ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പോകുന്നത് കോടനാട് പോവാണ് കേട്ടോ. അതായത് അച്ഛൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ നമ്മൾ ബസ്സിനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാൻഡ് വരെ, അതായത് നമ്മുടെ KSRTC സ്റ്റാൻഡിൽ നമ്മൾ ഓട്ടോനാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നമ്മൾ ബസ്സിന്, അതായത് ആലുവയ്ക്ക് പോയിട്ട് ആലുവയിൽ നിന്ന് പെരുമ്പാവൂർ ബസ്, അത് കഴിഞ്ഞിട്ട് കോടനാട് ബസ്, അങ്ങനെ വരെയാണ് നമ്മൾ പോകുന്നിട്ട് അങ്ങോട്ടേക്ക്. നമ്മളൊരു 4 മണിക്ക് കഴിഞ്ഞപ്പോൾ പോയിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും ചേച്ചിക്കും വർക്കിന് പോകണമായിരുന്നു. അവർ പോയി വന്നതിന് ശേഷമാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ നോർമലി പോകുന്നത് 2 വീലറിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ മതിയാവും കേട്ടോ. പക്ഷേ നമ്മൾ ബസ്സിനായതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 4 മണിക്കൊക്കെ പോയെങ്കിലും നമ്മളൊരു 6:30 ആ ഒരു ടൈമൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു നമ്മളവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ. നമ്മൾ ഈ ഒരു ഈവനിങ് ടൈമിൽ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസം, അതായത് നമ്മൾ ചെന്നിട്ട് പിറ്റേ ദിവസം നമ്മൾക്ക് മലയാറ്റൂർ മല കയറാനായിട്ട് പോകണം. അതായത് രാവിലെ തന്നെ പോകാമെന്നുള്ള പ്ലാനിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു വൈകുന്നേരം പോകുന്നത്. അപ്പോൾ വൈകുന്നേരം പോകുമ്പോൾ വെച്ചാൽ നമ്മുടെ അന്നത്തെ വർക്ക്, അതായത് ജോലിക്ക് പോകുന്നവർക്ക് അന്നത്തെ ലീവും ആവില്ല. അതുപോലെ തന്നെ നമുക്ക് പിറ്റേ ദിവസം രാവിലെ പോയി മല കയറാമെന്നുള്ള പ്ലാനിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ടൈമിൽ പോകുന്നത്. അങ്ങനെ നമ്മൾ അവരുടെ നാട്ടിലെത്തി. അങ്ങനെ അവരുടെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് കുറച്ച് ഓട്ടോനും കൂടി പോകാനുള്ള ദൂരവും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഓട്ടോന് നേരെ അവരുടെ വീട്ടിലേക്ക് പോയി. അവരുടെ വീടെത്തിയിട്ടാ, ഇതാണ് അവരുടെ വീട്. അങ്ങനെ ചെന്നുടനെ നേരെ ഡ്രസ്സൊക്കെ മാറി. പിന്നെ നേരെ നമുക്ക് ചായ കുടിക്കണം. അപ്പോൾ വലിയ ചായയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ചായ കുടിക്കാനായിട്ട് പോയി. ഇവിടെ ആണെങ്കിൽ ചേട്ടന്മാരുണ്ടായിരുന്നില്ല കേട്ടോ, അവർക്ക് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവരും രാത്രി അല്ലെങ്കിൽ പിറ്റേ ദിവസം എത്തുന്ന രീതിക്കൊക്കെ ആയിരിക്കുള്ളൂ അവരും എത്തുന്നത്. അങ്ങനെ നമ്മൾ വന്നതിന് ശേഷം പുതിയൊരു അതിഥീനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിഥി പുതിയത് വന്നിട്ടുണ്ടെന്ന് നമുക്കറിയായിരുന്നു, പക്ഷേ നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതാണ് ചേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു പട്ടിക്കുട്ടിയാണേ. വലിയ ശല്യമൊന്നുമില്ല കേട്ടോ, അയച്ചിട്ട് ഇങ്ങനെ നടന്നോളും, വേറെ കുഴപ്പമൊന്നുമില്ലാത്ത നല്ലൊരു പട്ടിക്കുട്ടിയായിരുന്നു കേട്ടോ. കുറച്ച് നേരം അതിനെ കളിപ്പിച്ചിട്ടൊക്കെ നിന്ന് അത് കഴിഞ്ഞപ്പോഴേക്കും ചായ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ചായ കുടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ അവർ വീട്ടിൽ ചേട്ടൻ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു അക്വേറിയം ഉണ്ടായത്. മൂത്ത ചേട്ടൻ ഇവിടെ ഫാബ്രിക്കേഷൻ്റെ വർക്കാണ്. അപ്പോൾ ആൾ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇവിടുത്തെ മിക്ക സംഭവങ്ങളും ആളൊക്കെ തന്നെ സെറ്റ് ചെയ്തേക്കുന്നതാണ്. അങ്ങനെ നേരെ ചായയൊക്കെ കുടിച്ചിട്ടാ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ആ പട്ടിക്കുട്ടീനകത്ത് കയറ്റിയിട്ട് ചക്കവറുത്ത ഉണ്ടായിരുന്നു ജസ്റ്റ് എറിഞ്ഞു കൊടുക്കും. അതിന് ഭയങ്കര ഇഷ്ടമായി. ചക്കവറുച്ച ഭയങ്കര ഇതായിട്ടല്ല, കുറച്ചിങ്ങനെ ആ വീട്ടിൽ തന്നെ വറുത്തുകൊണ്ട് കുറച്ചിങ്ങനെ തണുപ്പായിട്ടുള്ള ചക്കവറുത്തതില്ലേ, അതിങ്ങനെ കുറച്ചൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് നേരം ഇങ്ങനെ കളിപ്പിച്ച് അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഫുഡ് കഴിക്കാൻ നേരമായിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെല്ലുമ്മയുടെ ഇവർ വീട്ടിൽ നിറച്ച് മുല്ലപ്പൂ ഉണ്ട്. പിന്നെ കുറച്ച് മുല്ലപ്പൂക്കെ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വെല്ലുമ്മ, അതൊക്കെ കോർത്ത് വെക്കാൻ കേട്ടോ. പിറ്റേ ദിവസം വെല്ലുമ്മയ്ക്ക് ഒരു കല്യാണം ഉണ്ട്, അതിന് വയ്ക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് ഇട്ട് തരാവേ.